ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പാരാമോട്ടർ സ്റ്റാർട്ട് ചെയ്ത് 13 വരെ. സോ ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് ഓണിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഞങ്ങൾ നിൽക്കുന്നത് എന്താണ്, ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം, ഏഷ്യയുടെ അഭിമാനമായ വർക്കലയിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. റിവ്യൂ അല്ല ഗൈസ്, ജസ്റ്റ് നിങ്ങൾ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാം പാരാഗ്ലൈഡിങ് അറിയാം. ഇതിപ്പോൾ പാരാഗ്ലൈഡിങ് അല്ല ഗൈസ്, പാരാമോട്ടറിങ് ആണ്. അപ്പം പാരച്യൂട്ട് യൂസ് ചെയ്തതിൻ്റെ ഗൈസ് പോകുന്നത് ഇതിൻ്റെ ഇപ്പം എന്താണ് വിത്ത് മോട്ടർ, എന്താണ് നമ്മുടെ മോട്ടറൂടെ ഉണ്ട്, പെട്രോൾ യൂസ് ചെയ്യുന്ന മോട്ടറൂടെ. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സോ ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പാരാമോട്ടർ സ്റ്റാർട്ട് ചെയ്ത് 13 വരെ. കൊമേഴ്ഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷം. ഇപ്പോൾ റേറ്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഇപ്പോൾ 4500 കേരളത്തിലെ എല്ലാം സ്റ്റാർഷിപ്പ് വാഗമൺ എല്ലാം ചെയ്യുന്നു. അത് പാരാഗ്ലൈഡിങ് സെക്ഷനിൽ 10 to 15 മിനിറ്റ്സ് ഉണ്ടാവും റൈഡ്. 10 to 15 മിനിറ്റ്സ്. ഇവിടെ നമുക്ക് വർക്കല ഇവിടെ പാരാമോട്ടർ സെക്ഷനിൽ ഒരു 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ്സ്. ഇവിടെ ഡിപ്പെൻഡ് ഏരിയ. മോട്ടർ ഉള്ളതിന് 10 മിനിറ്റ്, അപ്രോക്സിമേറ്റ് 10. നമുക്ക് ഏരിയ വന്നിട്ട് ഇപ്പോൾ നോർത്തും സൗത്തും ക്ലിഫാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. വേറെ അങ്ങോട്ട് പോകാറില്ല. ഇതിപ്പോൾ നമ്മൾ സൗത്ത് ക്ലിഫാണ്. ഇതിപ്പോൾ സൗത്താണ്. സൗത്ത് ക്ലിഫിന്റെ എൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് നോർത്ത് പോയിട്ട് സൗത്ത് വന്നില്ല. നമ്മൾ നോർമൽ ഹെലിപ്പാഡ് വരെ പോയിട്ട് അവിടെ തിരിച്ച് സൗത്തിലോട്ട് നടക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിഡ്ജ് കണ്ട, അവിടെ ആ ഒരു റിഡ്ജ്, ചെറിയ റിഡ്ജ്. സൗത്ത് ഇവിടെ കഴിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു റിഡ്ജ് ഉണ്ടോ, ആ റിഡ്ജ്, ആ വലിയ റിഡ്ജ്, ആ റിഡ്ജൂടെ കവർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്യുക. പക്ഷേ പാരാഗ്ലൈഡിങ് വന്നിട്ട് ഈ റിഡ്ജ് വരെ വരാൻ പറ്റും. റിഡ്ജിൽ നിന്ന് വെളിയിൽ പോകാൻ പോകത്തില്ല. അവിടെ നോർത്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ റിഡ്ജ് വരെ വന്നിട്ട് തിരിച്ചു പോകും. പാരാമോട്ടർ നമുക്ക് അത്രയും കവർ ചെയ്യുകയും ചെയ്യും, റിഡ്ജ് ഫുള്ള് കവർ ചെയ്യുകയും ചെയ്യും. പിന്നെ ആ റിഡ്ജൂടെ കവർ ചെയ്തിട്ടാണ് വരും. ദൂരം കൂടുതൽ ഈ സമയത്തിനകത്ത് കാര്യം ഫാസ്റ്റ് കൂടുതലാണ്. പാരാമോട്ടറിന്റെ ഇതിന് ഫാസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ പാരാഗ്ലൈഡിങ് നമ്മളെ പാരച്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്, വിത്തൗട്ട് എഞ്ചിൻ. അത് എഞ്ചിൻ ഉണ്ടാവും. പാരാമോട്ടറിലും എഞ്ചിൻ വിത്ത് എഞ്ചിൻ. ഇപ്പോൾ എല്ലാവരുടെ പ്രീ ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രീ ബുക്കാണ് കൂടുതലും വരുന്നത്. പിന്നെ നമുക്ക് ഫ്ലൈയിങ് എന്ന് വെച്ചാൽ വെതർ കണ്ടീഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരിക്കലും ഫിക്സ് ചെയ്തിട്ട് ഒരാളിനെ ഫ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൺഫേം പറയാൻ പറ്റും. ഡിപ്പെൻഡ് വെതറാണ്. അപ്പോൾ അന്നത്തെ കണ്ടീഷനിൽ നമുക്കിനി 100 വരെന്തെങ്കിലും ചെയ്യാൻ പറ്റും. മോശം കാലാവസ്ഥ. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ, ഇന്ന് സൺഡേ ആണ്, രാവിലെ മുതൽ നമ്മൾ ബുക്കിംഗ് കൊണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെതർ കണ്ടീഷൻ അത് പറഞ്ഞു അങ്ങനെ. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാവരും പോകും. നമ്മളെ വെതർ എങ്ങനെയാണോ അതേപോലെ ഇരിക്കും അല്ലേ? ഒരാഴ്ച വരെ ഇവിടെ തങ്ങിയിടക്കും. ഇതിനു വേണ്ടി ഫ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ട് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഒരാഴ്ചയോളം തങ്ങിയിട്ട് ഫ്ലൈ ചെയ്തിട്ട് പോയവരുണ്ട്. ഒരാഴ്ച വരെ തങ്ങിയിട്ട് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്. അതിനെ കൊണ്ട് കാലാവസ്ഥ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ഡിപ്പെൻഡഡ് ആണ്. ചില സന്ദർഭങ്ങളിൽ വെയിറ്റ് കൂടിയവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വെയിറ്റ് കുറഞ്ഞവരെ കൊണ്ടുപോകാൻ പറ്റില്ല. ചില കണ്ടീഷനിൽ വെയിറ്റ് കുറഞ്ഞവരെ കൊണ്ടുപോകാൻ പറ്റും, കൂടിയവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം വെതർ കണ്ടീഷൻ ഡിപ്പെൻഡ്. ഇനി പേരെന്തെങ്കിലും? നമുക്ക് ഫ്ലൈ വർക്കല എന്നാണല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മെയ് വരെ ഉണ്ടാവും. അപ്പം പിന്നെ പാരാഗ്ലൈഡിങ് സെക്ഷനിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ ഒരു 3 ഡയറക്ഷനിൽ ഫ്ലൈ ചെയ്യാം. അതായത് വെസ്റ്റ്, സൗത്ത്, നോർത്ത്, ഈ 3 ഇതിലും നമുക്ക് ഫ്ലൈ ചെയ്യാം, ഈസ്റ്റ് വെച്ച്. പക്ഷേ നമുക്ക് പാരാഗ്ലൈഡിങ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെസ്റ്റൊക്കെ കിട്ടിയാൽ, സൗത്തും ഒക്കെ കിട്ടിയാൽ, സൗത്തും വെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വാടാം. ആ ഒരു കണ്ടീഷൻ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പാരാഗ്ലൈഡിങ്. പക്ഷേ പാരാമോട്ടർ നമുക്ക് ഈ 3 കണ്ടീഷനിൽ ചെയ്യാം. പക്ഷേ വെതർ ഓക്കെ ആയിരിക്കണമെന്ന് മാത്രമേ. ഇതെല്ലാം പാരാമോട്ടറിലും കൊണ്ടുപോകണമല്ലോ, വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള. ഇത് നമുക്ക് അവൻ 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. നമുക്ക് ആർക്കും ട്രസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ.
പിന്നെ ഇത് ഇത്ര ഹൈറ്റ്, നമ്മൾ നല്ല ഹൈറ്റ് എടുത്തിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്, പാരാഗ്ലൈഡിംഗ് പോലെ അല്ല. നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമുക്ക് ഇതിനകത്തുള്ളത് എഞ്ചിൻ ഫെയിലിയർ മാത്രം. എഞ്ചിൻ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ നമുക്ക് സ്വാഭാവികമാണ്. നമുക്ക് ഈ ലാൻഡ് ടേക്ക് ഓഫ് ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റും. അത്ര ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്താണ് ഫ്ലൈ ചെയ്യുന്നത്. നേരെ ലാൻഡിങ് ആവും. ലാൻഡിങ് നല്ല എൻജിൻ വന്നപ്പോൾ സ്ലോ ആയതൊക്കെ നടക്കുന്നുണ്ടല്ലേ, ചെറിയ അക്രമം. ഇറങ്ങാൻ പോകണത് അടിക്കുന്നുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത ആളാണ്. അടിക്കുന്നുണ്ട്. സോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. സൺഡേ ഈവനിങ് ആണ്. ഞങ്ങളിപ്പോൾ എന്താണ് ക്ലിക്കോട്ട് ഇറങ്ങി. ഞങ്ങൾ മൂന്നാമത്തെ അതിലുണ്ടല്ലോ, അതിൽ തിരക്കിലാണ് ഗൈസ്. കുറച്ച് പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലാണ്. സോ അപ്പോൾ ഞാനും ഗൂഗിൾ ഇറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗൈസ്. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ സൗത്ത് ക്ലിഫാണ്, നോർത്ത് ക്ലിഫല്ല. ഹെലിപ്പാഡൊക്കെ അപ്പുറത്താണ്. ഇപ്പോൾ നിങ്ങൾ ട്രിപ്പിസ് ലൈഫ് ലെക്ചറൊക്കെ ഇല്ലേ, അതൊക്കെ കാരണം നമ്മൾ ഇവിടുത്തെ മേലിലാണ് കാണുന്നത്, ട്രിപ്പിസ് ലൈഫ് ലെക്ചറൊക്കെ. അപ്പോൾ അതിന് താഴെ സൗത്ത് ക്ലിഫിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഇവിടെയാണ് കൂടുതലും ഈ പാരച്യൂട്ടിങ്ങും പാരാമോട്ടറിങ്ങും എല്ലാം കൂടുതലും ഇവിടെ നിന്നാണ് പോകുന്നത്. സൗത്ത് നോർത്ത് ക്ലിഫിലുണ്ട്, പക്ഷേ ഫ്ലൈ വർക്കല എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ ടീം അവരായിരിക്കും കൂടുതൽ ഇത് പ്രൊവൈഡ് ചെയ്യുക. കാരണം 14 വർഷമായിട്ട് ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നവരൊക്കെ നമ്മളിപ്പോൾ എന്താണ് പറപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ. സോ അപ്പോൾ ട്രസ്റ്റ് നമ്മൾ പിന്നെ കാര്യം നമുക്ക് ഇന്ന് ഇവിടെ ആ സൺസെറ്റ് കണ്ട, സൺസെറ്റ് നമുക്ക് ഈ സൺസെറ്റ് തീരുന്നതിന് മുമ്പ് നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഗേളുമായിട്ട് സംസാരിച്ച് ആ സൺസെറ്റ് ആ യൂറോപ്യൻ ഗേളുടെ കൂടെ ആയിരിക്കും. ആരാണ് ഭാഗ്യവതി? വാ. About you, okay. So you want to convey your opinion about our country, of Kerala and Varkala? No. Please don't say. Actually, we want to take a video, that's why. Yeah. Okay. Fine. So, myself, Aditya. What's your name? Marlena. Marlena. From where? Poland. Poland. Oh, Robert Yeah. Lewandowski. Yes. Yeah, I'm a big fan of. He's a Lewandowski. national hero. Yeah. I'm a big fan of what? Lewandowski and Barcelona, that's why. Okay, so when did you reach here? I reached here 5 days ago, but That's it's 5 my, days. it's 5 days my, ago. my second time. Second? Yeah. So when did you first reach here, Varkala? Last year. Last year. Same time. Same time, okay. Then what brings you again into Varkala? What motivates you? Center here. What? You are living in Tripis life? Yeah. Fine, okay. Do you like that place? I love it. And You it's love very simple, but very, I would say, it gives you whatever you need. For Yeah. your soul, for your body, for your beauty, for your health. Okay. So, and you are affordable with that Tripis life? Yeah, okay, fine. You get the mentally peaceful and Yeah, everything. actually, I was like kind of involved with Ayurveda for many years, so I know even from my country. I was working for Polish Indian Foundation in Poland. Polish Indian Foundation. Okay, that's good. Yeah, that's good to hear that. And we opened the Ayurveda Center also in Poland. In Poland? Wow. ഓക്കെ ഫൈൻ. അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ പോളണ്ടിലും ഇവർ ആയുർവേദ സെന്ററിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ മാം വർക്ക് ചെയ്യുന്നത് പോളണ്ട് ഇന്ത്യൻ എംബസിയിലാണ്. Ayurveda is very popular right now in Europe. Okay, ma'am, it's so very proud to us to hear that our traditional things all over in the world. Actually, Warsaw has probably the most number of Indian restaurants in Europe. Yeah. Maybe apart London. Okay, fine. Yeah, right, yeah. And then, when did you leave? Then when you are planning to leave from here? 19th of February. 19th of February. Yes, because the whole Panchakarma treatment is 21 days. Okay. I want to go through all of it. So, only you reach Varkala only, then did you reach anywhere place in Kerala? Like Munnar or? No, actually, because the Only program like is Varkala. busy.
But I enjoy so much the beach. So beautiful creek and mostly empty. It's like Then bye. something to dream of. Thank you for your words. Bye-bye. Okay, bye. Have a nice day. So hey guys, നമ്മളിപ്പോൾ കണ്ട് സംസാരിച്ചത് മർലാണെന്ന് പറഞ്ഞൊരു പോളിഷ് ഇന്ത്യൻ വുമണ്ണാണ്. പുള്ളിക്കാരി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എന്താണ് പോളിഷ് ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി അവിടെ തന്നെ ആയുർവേദത്തിൻ്റെ ഒക്കെ എന്തൊക്കെയോ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരി ലാസ്റ്റ് ഇയറും ഉണ്ടായിരുന്നു, ഈ വർഷവും പുള്ളിക്കാരി നമ്മുടെ വർക്കിൽ വന്നിട്ടാണ് പുള്ളിക്കാരി പോകണത്. ഓക്കെ, എന്താ പറയുക, നാട്ടുകാർക്ക് അങ്ങനെ ഇഷ്ടമാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, what brings you again and again in this country? India. I love India for many years. 20 Okay, years. what's your age, sir? 70. 70. 70. 70. You are just enjoying. You are happy to hear that. Actually, I'm 24 and I just began a YouTube channel and I want to make sure that what brings that Europeans or foreigners in this country, and I want to reveal that something here. Yeah, something but here. you can find it yourself. Also. Hey, okay. Your own. Actually, sir, I'm a citizen. I'm Indian citizen. When the foreigners explain about the quality of a country, they will convey that, and they will more convincing you that. That's why I say you. Too bad because in 10 years, maybe Varkala won't be that nice. In 10 years, Varkala won't be nice. No. Okay, but Too many commercials. okay, Too bad. too bad. Before it was very good. Oh, you're okay. അപ്പോൾ സാറ് പറയുന്നത് വെച്ചാൽ 10 കൊല്ലം മുമ്പായിരുന്നു വർക്കല അടിപൊളി, 10 വർഷത്തിന് ശേഷം ഒരുപാട് മോശമാണ് അല്ലെ? ലൈക്ക് ബാഡ്. For Yeah, me. yeah, okay, man. That's not a problem. You are saying Because they want to make Goa. okay. You have reached Goa. Yeah. Too commercial. Okay, and you like This Varkala. is not India. India is a mix of many things. Yeah. Culture, traditional. Plastic. Okay. Big truck coming on the beach. Okay. And where do you staying? Down between the two. Between the two cliffs, like south and north. Yeah, between. There's a road there. And down. Okay, fine. Can you meet the expenses? Can you meet the expenses of this here? Like, how is it expensive? Are you affordable? That place, no. Not This, This place is much expensive. place. Have you been staying in any of this place? No. Okay, fine. 20%. Okay, fine. Have you experienced that parachuting? That motor parachuting? Have you experienced this? No. No. You don't like that. And before they have accidents and they make too much noise, Okay. pollution and noise. Okay, fine. Not quiet. Fine. So, do you have done your evening bath and going back to Eventually. over there? Okay, fine. Thank you for Natural stuff. Thank you Yeah, for the okay. means, man. Okay. Have a nice day. Good luck. ഓക്കെ താങ്ക് യു. കാനഡ വന്നതാണ്. പുള്ളിയുടെ പേര് മാർക്ക് എന്നല്ലേ പറഞ്ഞത്? മാർക്ക് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലിഫിൽ വരാറുണ്ട്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വർക്കല ക്ലിഫ് 10 കൊല്ലം മുമ്പ് അടിപൊളിയായിരുന്നു, പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് പറഞ്ഞ അത്ര പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് കൊമേഴ്ഷ്യൽ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വർക്കല ഗോവ കണക്കാക്കാൻ ശ്രമിക്കണം ഭയങ്കരമായിട്ട്. അപ്പോഴത്തേക്ക് ആ ഒരു പണ്ടത്തെ ഒരു നാച്ചുറാലിറ്റി അല്ലെ, പണ്ടത്തെ ഒരു സ്പേസ് അല്ലെ, പണ്ടത്തെ ഒരു പുള്ളിക്ക് ഒരു ഇത് കിട്ടുന്നില്ല പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഒപ്പീനിയൻ പുള്ളി പറഞ്ഞത്. എന്തായാലും കൊള്ളാം, ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, നമുക്കതാണ് വേണ്ടത്. ഓക്കെ, I'm not a portrait photographer or something like that. I'm just asking about my place. That's it. So, what's your opinion about my place? Varkala? Very beautiful, very peaceful. Okay. Yes, That's all. surfing here. Yeah, we did surfing for 3 days. Okay. It was the most fun yeah. Okay. And the people, Yeah. people Can you please a little bit louder? okay. The people are also really sweet. Yeah, Malayali. Yeah. You're the all- Malayali, okay, fine. Yeah, they told us like where to go, where the crowd is like decent and all. Okay, fine. Okay. Yeah, overall, definitely. Have you reached any of the places in Varkala? Yeah, we have gone to North Cliff. North Cliff. Oh, only Varkala cliff, some like Jadaipara, Kapil, or Trivandrum, Kovalam. Yeah, we did surfing and Yeah, surfing in there. Yeah, okay. Actually, we are from Kapil. That's why actually. Kapil. Have you reached Kovalam? no. Like Jadaipara, something like that? We
usually dip the surf before here and come Okay. Then guys, when do you have planning back? Going back? Sorry. tomorrow. Tomorrow. So this is last evening Varkala? Yeah. Okay, today is Sunday. I'll suggest you go to Sandy Bay. You know Sandy Bay? Sandy Bay Resort. Okay. There is North Cliff. After that, there is Black Beach. You know Black Beach? Yeah. At the end of Black Beach, there is a resort called Sandy Bay. From 8:30 hours, there will be a party will be started. Okay. Till 1 a.m. there will be party. Only Friday, Saturday, Sunday. Okay. Have fun. What's your name, please? Trishana. Trishala. What's your name? Janvi. Hi. What's your name? Pallavi. I'm Aditya and he's Gogul. Have a nice day, guys. Okay. You subscribe my YouTube channel. Sorry. Major mistake. Sorry. You guys didn't even have phone. Can you please subscribe us? Sometimes mother language. മേളിൽ റിസോർട്ടും പരിപാടി താഴെ ബീച്ചും എല്ലാം അടിപൊളിയാണ് പാരച്യൂട്ട് പരിപാടി. പക്ഷേ ഇതൊക്കെ എത്ര കാലം കാണുമെന്ന് ഒരു ഉറപ്പാണ് പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നോക്കി നല്ല രീതിയിൽ മണ്ണടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടരെ ഇടിച്ചുകൊണ്ടിരുന്ന അല്ല പ്രേക്ഷകരെ ഒരു 10 കൊല്ലം അത് കഴിഞ്ഞ് നമുക്ക് ക്ലിഫ് കാണണ്ടേ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ നമുക്ക് ഇനിയും ജനറേഷൻ വരത്തില്ലേ, അവർക്ക് വന്നിരിക്കണ്ടേ ക്ലിഫിലൊക്കെ വന്ന്. എനിക്ക് തോന്നുന്നില്ല. ഓക്കെ